അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമായ ഈ മാസം 25-ന് ജൂൺ 25-ന് ഭരണഘടനാ ഹത്യാ ദിവസമായി ആചരിക്കാൻ രാജ്യം. മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം കത്തയച്ചു. ഒരു വർഷം നീളുന്ന പരിപാടി സംഘടിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയെയോ ഗവർണറെയോ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എസ് ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇരുണ്ട കാലഘട്ടം എങ്ങനെയാണ് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് നിലവിൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിമാർക്ക് ഇതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് ഇപ്പോൾ കിട്ടിയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനാ ഹത്യാ ദിവസമായി ഈ ജൂൺ 25 ആചരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കത്ത് കിട്ടിക്കഴിഞ്ഞു. ഒരു വർഷം നീളുന്ന പരിപാടി സംഘടിപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറിമാർക്കുള്ള നിർദ്ദേശം. ഈ ജൂൺ 25 മുതൽ അടുത്ത വർഷം ജൂൺ 25 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരിക്കണം സംഘടിപ്പിക്കേണ്ടത് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയെയോ ഗവർണറെയോ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യ ധ്വംസനം നടന്ന ആ ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായ ധാരണ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഏകോപനത്തിനായി നോഡൽ ഓഫീസർമാരെ സംസ്ഥാനങ്ങൾ നിയോഗിക്കണം എന്നുള്ള കാര്യവും ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയുന്നത്, പാർലമെൻറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോൽ, അതിന് പ്രാധാന്യം നൽകണം ഈ പരിപാടികളിൽ എന്നുള്ളതാണ്. ധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭരണത്തിൻ്റെ പ്രതീകം എന്ന നിലയിലായിരിക്കണം ചെങ്കോലിന് പ്രാധാന്യം നൽകേണ്ടത്. ഈ പരിപാടി നടക്കുന്ന ഈ ഭരണഘടനാ ഹത്യ ആചരിക്കുന്ന ആ ദിവസം ഈ ചെങ്കോലിൻ്റെ മാതൃകയും പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 1975 ജൂൺ 25-ന് രാജ്യമൊട്ടാകെ രാജ്യത്തെ ഒരു ജയിലാക്കി മാറ്റി ഇവിടുത്തെ പൗരന്മാരെ മുഴുവൻ തടവുപുള്ളികളാക്കി മാറ്റിയ ആ ദിവസം ഭരണഘടനാ ഹത്യാ ദിവസമായി ആചരിക്കാൻ രാജ്യം തയ്യാറെടുക്കുന്നു. ഓക്കെ, ശരി ശ്രീകാന്ത്.